ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു സഹോദരൻ പങ്കുവച്ച ഒരു കാര്യമാണ്. ഈ സഹോദരൻ അന്ന് ക്രിസ്ത്യാനിയല്ലായിരുന്നു. ഈ സഹോദരൻ്റെ അമ്മയ്ക്ക് എപ്പോഴും വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത വരും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഈ അമ്മ ഈ മകനോട് പറഞ്ഞു, അടുത്തുള്ള പള്ളിയിൽ പോയി വെഞ്ചിരിച്ച വെള്ളം മേടിച്ചുകൊണ്ട് പോകുക, അത് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഈ അസ്വസ്ഥതയൊക്കെ മാറുമെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഈ മകൻ എല്ലാ ദിവസവും വൈകുന്നേരം ടൗണിലൊക്കെ പോകും. വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കപ്പിയാർ പള്ളി അടച്ചിട്ട് വീട്ടിൽ പോകും. ഇങ്ങനെ പല ദിവസങ്ങളായപ്പോൾ ഈ അമ്മ മകനോട് പറഞ്ഞു, ഇന്ന് നീ പള്ളിയിൽ പോയി വെഞ്ചിരിച്ച വെള്ളം മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നിനക്ക് ഇനി വീട്ടിൽ നിന്ന് ഒരു വക ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരത്തില്ല എന്ന് പറഞ്ഞു. അന്നും വൈകുന്നേരം മകന് ടൗണിലൊക്കെ പോയി കൂട്ടുകാരൊക്കെ കൂടി വർത്തമാനം പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ പള്ളി അടച്ചിട്ട് കപ്പിയാർ വീട്ടിൽ പോയി. അപ്പോൾ മകന് മനസ്സിലായി, ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വക ഭക്ഷണം കിട്ടുകയില്ല എന്നോർത്തപ്പോൾ ഈ മകന് അവിടുന്ന് ഒരു കാലിക്കുപ്പി മേടിച്ചിട്ട് ഈ പള്ളിയിലുള്ള പള്ളിക്കകത്ത് പള്ളി കോമ്പൗണ്ടിലുള്ള പൈപ്പിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് ഈ മകൻ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുചെന്നപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ഈ അമ്മ ഈ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചു. അതിനുശേഷം ഈ അമ്മയ്ക്കുണ്ടാകുന്ന ഈ അസ്വസ്ഥതകളൊക്കെ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാനുള്ളൊരു കാരണം, ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആരോ ഒരാൾ കൈവശം കൊടുത്തിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ തൊടുമുഖം പിടിക്കുന്നതും എല്ലാം പ്രശ്നങ്ങളാകുമെന്ന് തുടങ്ങി. അതിനു മുമ്പൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ കൈവശം കിട്ടിയിട്ടുണ്ട് എന്ന് ആരോ ഒരാൾ പറഞ്ഞതിന് ശേഷം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് കൂടുവാൻ തുടങ്ങി. കാരണം നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ കയറി നമ്മോട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുകയോ, ആ ബ്രദർ അങ്ങനെയാണല്ലോ പറഞ്ഞത്, എനിക്ക് കൈവശം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നിരാശ കടന്നു വരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റാതെ വരും. ഈ അമ്മ അത് വെഞ്ചിരിച്ച വെള്ളമാണ് എന്ന് വിശ്വസിച്ച് അത് കുടിച്ചപ്പോൾ അമ്മയിലുണ്ടായിരുന്ന ഈ അസ്വസ്ഥത മാറിയതുപോലെ കൈവശമുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ നിരാശ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു അമ്മച്ചി ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, വചനത്തിൽ ഇങ്ങനെയല്ലല്ലോ പറയുന്നത്, വചനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ പോലെ എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, വചനത്തിലൊക്കെ അങ്ങനെ പറയും, പക്ഷേ അവരങ്ങനെയല്ലല്ലോ പറയുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാതെ അവിടെയും ഇവിടെയും ഇരുന്ന ആവിചാരം ചെയ്തു കൈവേഷം അല്ലെങ്കിൽ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ജീവിതം നിരാശയിലേക്ക് തള്ളി വിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുന്നവര് അല്ലെ കൈവശം ഉള്ളിലുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവര് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാം വചനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. വചനം ഇതാണ്: പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈശോ ശിഷ്യന്മാരോട് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാമ്പത്തിക മേഖലയിൽ അല്ല അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഫിലിപ്പിയർ 4:19 വചനമൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ദൈവം തന്നെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകുമെന്ന് ഇങ്ങനെ വചനം ഏറ്റു പറയുമ്പോൾ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കൈവശമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട് എന്ന് പറയുന്നവർക്ക് ഈ വ്യക്തികളോടൊക്കെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാം വചനം വായിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഈ കൈവശത്തിന്റെ ഇതെല്ലാം മാറിപ്പോകുമെന്ന് എന്തുകൊണ്ട് ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള കൈവശം, ആവിചാരം ഇതൊക്കെ കേട്ട് നിരാശയിലേക്ക് ഇനിയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയരുത്. നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറണം. പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി ഈശോയുടെ ശിഷ്യന്മാർ എഴുതിയ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ അവിടെയും ഇവിടെയും ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവശമുണ്ട്, നിങ്ങൾക്കെതിരെ ആവിചാരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ജീവിതം നിരാശയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയുള്ളവരല്ല നിങ്ങൾ. നിങ്ങളെ യേശുവിന്റെ വചനത്തിൽ ഈശോയിൽ വിശ്വസിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, എന്നോട് ഒരു ധ്യാനത്തിന്റെ സമയത്ത് എന്നോട് ഒരു വ്യക്തി, കൗൺസിലിംഗ് എന്ന വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ കൈവശം കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. എനിക്കെൻ്റെ അത് സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഈശോ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഈശോയ്ക്കാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയും എവിടെയെങ്കിലും പറഞ്ഞ് ഇരുന്ന് പറയുന്ന കൈവശത്തിനാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാം തിരുവചനം ഈ കാലഘട്ടത്തിൽ പൗലോസ്ലീഹ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മളോട് പറയുന്ന ഒരു വചനം ഇതാണ്: പോഷന്മാരായ ഗലാത്യക്കാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തിരിക്കുന്നത്?
പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വിശ്വാസം നമ്മൾ ഈശോയിൽ വിശ്വസിക്കണം. കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിക്കുന്നവർ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകരുത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരിക്കലും അല്ലെങ്കിൽ ഇതിനെ എതിരായിട്ട് അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ലെന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈശോയിൽ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ പരിശുദ്ധ കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിച്ചിട്ട് എൻ്റെ ഉള്ളിൽ കൈവശമുണ്ട് എന്നൊക്കെ പറയുന്നവരോട് മാത്രമാണ് ഞാനത് പറയുന്നത്. ഈശോയിൽ മാത്രം വിശ്വസിക്കാനും ഈശോയുടെ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നവരായിട്ട് മാറുവാനും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനോടൊത്ത് യാത്ര ചെയ്യുന്നവരായിട്ട് മാറുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൈവശം ഉള്ളിലുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുമ്പസാരം ചെന്ന് നടത്തി പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഈശോയെ സ്വീകരിച്ച് ഈശോ നാവിലിരിക്കുമ്പോൾ നിങ്ങൾ ഈശോയോട് സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. അല്ലെങ്കിൽ അവിടെയും ഇവിടെയും ഇരുന്ന് ഓരോരുത്തർ പറയുമ്പോൾ അതിൽ വിശ്വസിക്കാതെ ദൈവവചനത്തിൽ മാത്രം വിശ്വസിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവയെ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.